ഈ പേരൊന്ന് ഓർത്തു വെച്ചോ. ഏതൻ നവനേരി, ദ നെക്സ്റ്റ് ഗോൾഡൻ ബോയ് ഓഫ് ആഴ്സണൽ. സാക്ക, വിൽഷെയർ, സ്മിത്രോ ഇവരെ പോലെയൊക്കെ തന്നെ നവനേരിയും ഒരു അക്കാദമിക് പ്ലെയറാണ്. അക്കാദമിയിലെ കിടിലൻ പെർഫോമൻസ് കൊണ്ട് തന്നെ കേവലം 15 വയസ്സുള്ളപ്പോൾ ആഴ്സണലിന് വേണ്ടി ഡെബ്യൂ മത്സരം കളിക്കാൻ പുള്ളിക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, യങ്ങസ്റ്റ് പ്ലെയർ ഡെബ്യൂട്ട് ഇൻ പ്രീമിയർ ലീഗ് ഹിസ്റ്ററി, അത് പുള്ളിയുടെ പേര് തന്നെയാണ്. ഇനി 24-25 സീസൺ, അതായത് ഈ കഴിഞ്ഞ സീസണിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ്ഡ് മിഡ്ഫീൽഡർ എങ്ങനെയാണോ കളിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ 17 വയസ്സുകാരനും കളിച്ചേക്കണത് എന്ന് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ടോട്ടൽ എല്ലാ കോമ്പറ്റീഷനിലും കൂടി 38 അപ്പിയറൻസിൽ നിന്നും 6 ഗോളും 10 അസിസ്റ്റും പുള്ളി സ്വന്താക്കാൻ പറ്റിയിട്ടുണ്ട്. മാത്രമല്ല, ആഴ്സണലിന്റെ എല്ലാ വിജയത്തിന്റെയും പിറകിൽ നവനേരിയുടെ പങ്ക് വലുതാണ്. ഇനി മോസ്റ്റ് ചാൻസസ് ക്രിയേറ്റഡ് ബൈ എ ടീനേജർ ഇൻ പ്രീമിയർ ലീഗ്, അതും നവനേരിക്ക്. ഫിൽഫോർഡിന് ശേഷം ഇത്രയും ഇമ്പാക്ട് ആയിട്ടുള്ള ഒരു ടീനേജ് മിഡ്ഫീൽഡർ കണ്ടിട്ടില്ല എന്നാണ് ഇംഗ്ലണ്ട് ആരാധകർ തന്നെ പറയുന്നത്. അൺഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളരെ പ്രായം കുറഞ്ഞൊരു പ്ലെയർ ആയിട്ടാണ് ആഴ്സണലിലേക്ക് വന്നതെങ്കിൽ ഇപ്പോൾ കാര്യങ്ങളാകുമ്പോൾ ആഴ്സണലിന്റെ ഒരു ഫ്യൂച്ചർ സ്റ്റാർ ആയിട്ട് നവനേരി മാറിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. എനിവേ, പല ക്ലബ്ബുകളുടെയും റഡാറിൽ പുള്ളി കയറി പറ്റിയിട്ടുണ്ട്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്.